ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ചധികം മോഡേൺ ഡ്രസ്സുകളാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി കസ്റ്റമർ നമുക്ക് തന്നിരിക്കുന്ന റഫറൻസ് പിക്കാണ് ഇതൊക്കെ. റഫറൻസ് പിക്ക് തന്നിരുന്ന അതനുസരിച്ച് നമുക്ക് മെഷർമെൻറ്റ് വ്യത്യാസം വരുത്തി കസ്റ്റമറിന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞങ്ങളുടെ സൈറക്കുട്ടിക്കൊരു ചെറിയ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തു. അത് ആൾ രാവിലെ സ്കൂളിൽ പോകാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വെറുതെ 2 ഫോട്ടോ എടുത്തതാണ്. കുറച്ചധികം തിരക്കുകളൊക്കെ വന്നതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. അത് പിന്നീടാവട്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നു. പക്ഷേ കസ്റ്റമറിന് ഇന്ന് വൈകിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അതെല്ലാം എടുത്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെയുള്ള ഒരു ടോപ്പ് ഞാൻ ഇതിന് മുൻപിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരു എ-ലൈൻ ടോപ്പ്. അതിൻ്റെ കൂടെയുള്ള ബാക്കി പീസുകളാണിതൊക്കെ. എനിക്ക് നോർമൽ ടോപ്പുകളും നോർമൽ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളിലും വളരെ ഇഷ്ടം ഇതേപോലെ അത്യാവശ്യം ചെറിയ ചെറിയ മോഡലുകൾ ചെയ്യാനാണ്. അപ്പോൾ നമുക്കൊരു ടൈം പാസ്സും ആവും. നമുക്ക് അതിഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റും ഒന്നും കൂടെ. ലാസ്റ്റ് അതെങ്ങനായി തീരും വളരെ എക്സൈറ്റ്മെൻറ്റോടെ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ നോർമലി എപ്പോഴും ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സുകളല്ലേ, അതൊക്കെ നമുക്കറിയാൻ പറ്റില്ല ഇത് ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന്. അതുകൊണ്ട് ഇതേപോലുള്ള ചെറിയ ചെറിയ വർക്കുകൾ വരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് ചെയ്യാറുണ്ട്. കാരണം അത് ലാസ്റ്റ് എങ്ങനെ ഇരിക്കും നമുക്കൊന്നും കൂടെ ആ ഒരു വർക്ക് നന്നായിട്ട് ചെയ്യാനും കഴിയും. വീണ്ടും വീണ്ടും പുതിയ മോഡലുകൾ പരീക്ഷിക്കാനും പറ്റുമല്ലോ. അതുകൊണ്ട് വളരെ ഹാപ്പിയായിട്ടാണ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എ-ലൈൻ ടോപ്പ് തന്നെയാണ്. പക്ഷേ ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വെറും തിന്നായിട്ടുള്ള സ്ലീവ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ലീവാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു കസ്റ്റമറിൻ്റെ ഒന്നിലധികം പീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം ഒരുമിച്ചിട്ട് കട്ട് ചെയ്യും. എല്ലാം ഒരുമിച്ച് അല്ലെങ്കിൽ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എത്രമാത്രം കട്ട് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം കട്ട് ചെയ്ത് ഞാൻ മാറ്റും. ലാസ്റ്റ് ഞാൻ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാനിരിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്തു അത് സ്റ്റിച്ച് ചെയ്തു പിന്നെ അടുത്ത കട്ട് ചെയ്ത് അങ്ങനെ പോകണ്ടല്ലോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ഒരു മൈൻഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. അതിൻ്റെ കൂടെ നമുക്കൊരു നോർമൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അതിന് ബക്കറ്റ് സ്ക്വയർ സ്ക്വയർ എന്നൊക്കെ പറയും, അതേ നെക്കാണ് അവർക്ക് വെക്കണമെന്ന് പറഞ്ഞത്. അതേ നെക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് സ്ലീവിന് ലൈനിങ് വേണ്ട, പിന്നെ നോർമലായിട്ട് ഒരു കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സൈറുവിനെ സ്കൂളിൽ വിട്ടതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ഒത്തിരി ഫ്രീ ആണ്. കാരണം അതല്ലെങ്കിൽ ആളുടെ കൂടെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഓടി നടക്കണം. ആൾ വഴക്കൊന്നും ഇല്ല എങ്കിൽ തന്നെയും ആളുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണും, അതിൻ്റെ കൂടെ നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ ആളില്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി അത്യാവശ്യം ഫ്രീ ആണ്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുമല്ല ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് പുറത്ത് പോകണം. ഇത് എല്ലാ ഡ്രസ്സും ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്നതിനപ്പുറം ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ അടുത്തുള്ളൊരു ഫ്രണ്ട് നമ്മുടെ അടുത്ത് വന്നിരിപ്പുണ്ട്. ആൾ എന്നോട് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ അടുത്തുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സ്പീഡേ കാണത്തില്ല. ആളോട് സംസാരിച്ച് പെരിയെ ഇരുന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തുള്ളൂ. പക്ഷെ ആരും ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കാറുണ്ട്. ആളും കൂടെ വന്നപ്പം ഞാൻ പെരിയെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുവാണ്. എന്നാലും ഞാൻ മാക്സിമം പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ റിസൾട്ട്. സ്ലീവ്ലെസ് അല്ല, ഞാൻ ബാക്കിലോട്ട് സ്ലീവ് മടക്കി വെച്ചേക്കുവാണ് ഫോട്ടോ എടുക്കുന്നൊരു ഭംഗിക്ക് വേണ്ടി.
ശേഷം ഞാൻ അടുത്ത ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനെടുത്തു. അത് ഏലൻ ടോപ്പായിരുന്നു. അത്യാവശ്യം പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ അത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമുക്ക് സ്ലീവൊക്കെ അകത്ത് അതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം അകത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണമല്ലോ. അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളായിരുന്നു. എന്നാലും ഞാൻ മാക്സിമം പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ മെറ്റീരിയൽ വളരെ കുറവായിരുന്നു. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനും കട്ട് ചെയ്തെടുക്കാനൊക്കെ വളരെ കഷ്ടപ്പെട്ടു. കാരണം അത് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന രീതിയിലായി കിട്ടുന്നേയില്ല. അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ ആയതുകൊണ്ട് നമുക്ക് ജോയിൻറ്റ് പീസ് ചേർക്കാനും പാടാണ്. ഞാൻ പിന്നെ ഒരേപോലെ വരുന്ന പ്രിൻ്റ് നോക്കി കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുവാണ്. ഇത് ബോട്ടം പീസായിരുന്നു. ടോപ്പിൻ്റെ പീസ് വെച്ചിട്ട് ഞാൻ വേറൊരു മോഡലിൽ കുർത്തി ചെയ്തതിന് ശേഷം ബോട്ടം പീസ് വെച്ചിട്ട് ഏലൻ ടൈപ്പ് കുർത്തി ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഒരേ പ്രിൻ്റ് വരുന്ന അനുസരിച്ച് കട്ട് ചെയ്ത് അതിനെ ജോയിൻറ്റ് ചെയ്ത് എടുക്കുവാണേ. ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ റിസൾട്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഓർഡറും കൂടെ വന്നിട്ടുണ്ട്. 2 സാരി ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. ആ സാരി കട്ട് ചെയ്ത് ടോപ്പാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. യെല്ലോ കളർ സാരിയിൽ ചെറിയ സ്റ്റോൺ വർക്കൊക്കെ ഉണ്ട്. ഞാൻ ആ സ്റ്റോൺ വർക്കെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം പ്ലെയിനായിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. പിന്നെ നെക്കിനും സ്ലീവിനും മാത്രം ഗ്രീൻ കളറിലെ പൈപ്പിംഗ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നതും. പിന്നെ ആ വർക്കുകളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് വീണ്ടും നമ്മുടെ വർക്കിലേക്ക് തന്നെ തിരിഞ്ഞു വന്നു. അത് പെട്ടെന്ന് തീർക്കണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് അത് തീർക്കുവാണ്. നമുക്ക് അടുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഈ ഒരു മോഡൽ. അങ്ങനെ ഞാനും മമ്മിയും കൂടെ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് തന്നെ നമുക്ക് പുറത്ത് പോകണമായിരുന്നല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്ത് പോയിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് വരാൻ ഇച്ചിരി പാടാണല്ലോ. ഒരാവശ്യത്തിന് പോയാൽ ഒരു 100 ആവശ്യങ്ങൾ സാധിച്ചതിന് ശേഷമേ നമ്മൾ വീട്ടിൽ വരത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ യാത്രയൊക്കെ തീർത്ത് പെട്ടെന്ന് വീട്ടിൽ വന്നു. അടുത്ത ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പെട്ടെന്നിരുന്നു. ഈ ടോപ്പിന് 1 സൈഡ് പോക്കറ്റൊക്കെ വെച്ച് കൊടുക്കണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ തന്നെ 1 സൈഡ് പോക്കറ്റൊക്കെ വെച്ചിട്ടാണ്. ഇതൊരു കോളർ നെക്കാണ്. അത് മാത്രമല്ല ഈ ടോപ്പിന് ലൈനിങ് വെക്കുന്നില്ല, സ്ലീവ്ലെസ്സുമാണ്. നമുക്കാകെ 4 ജോഡി ഡ്രസ്സാണ് കസ്റ്റമർ തന്നത്. അതിനകത്ത് 3 കംപ്ലീറ്റ് ആയി. ഇനി ഒരെണ്ണം കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യുവാണ്. അല്ലെങ്കിലും കസ്റ്റമർ മെറ്റീരിയൽ തരുമ്പോൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കും. കസ്റ്റമർ വിളിച്ച് പറയുമ്പോഴായിരിക്കും നമുക്ക് അയ്യോ പെട്ടെന്ന് തീർക്കണമല്ലോ എന്നുള്ള ടെൻഷൻ ആവുന്നതും. പിന്നെ അതിന് പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ചൂട് അപ്പോഴാണ് കിട്ടുന്നത്. പിന്നെ പെട്ടെന്ന് വന്നിരുന്ന് ചെയ്യും. പെട്ടെന്ന് ചെയ്താലും നമ്മൾ മാക്സിമം അവർക്ക് ഒരു ഓൾട്രേഷൻ പിന്നെ വീണ്ടും വരാതിരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ തീർക്കാനും സ്ലീവും സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് സൈഡും അടിച്ച് അതിൻ്റെ പോക്കറ്റും കൂടെ വെച്ചാൽ മതി. അപ്പോഴേക്കും ഈ ഒരു ടോപ്പിൻ്റെ വർക്കും കംപ്ലീറ്റ് ആവും. ഏലൻ ടോപ്പിൻ്റെ ഒരു പച്ച കളറിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട്. അതിന് നമ്മൾ പോക്കറ്റ് വെച്ചിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത്. അതിനകത്ത് പറയാൻ മറന്നുപോയി. ഒരു സിമ്പിൾ പോക്കറ്റാണ് നമ്മൾ വെക്കുന്നത്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു ഓൾട്രേഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കും. കാരണം ഒരു ഓൾട്രേഷൻ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറിന് നമ്മളോടുള്ള ഒരു കോൺഫിഡൻസ് പോകും. അവർ വിചാരിക്കും അത് വെറുതെ ഇങ്ങനെ കിടക്കുക, ടോപ്പ് ഒരു ഷേപ്പും ഇല്ല, ഒന്നുമില്ല. അത് ഫിറ്റായി കഴിഞ്ഞാൽ പറയും അത് ഇറങ്ങുന്നില്ല, ആകെപ്പാടെ മൊത്തത്തിൽ തയ്ച്ച് വെട്ടിക്കുളവാക്കിയെന്ന് പറയും. അതുകൊണ്ട് മാക്സിമം ഞാൻ അതിനകത്തൊരു ഓൾട്രേഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് മാത്രമല്ല, ഒരു ഓൾട്രേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് റിപ്പയർ ചെയ്യുകയെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കുള്ളൊരു പരിപാടിയാണ്. നമുക്ക് വീണ്ടും ഓൾട്രേഷൻ പരിപാടിയെ നമുക്കൊരു മെയിൻ പീസ് എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന പകുതി സമയം പോകും. എനിക്ക് അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ അഴിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഓൾട്രേഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ചെയ്ത ടോപ്പും ഏകദേശം കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഓവർലോക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്.
കസ്റ്റമറിന് അത്യാവശ്യം ലോങ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ ലോങ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തു. സ്ലീവ്ലെസ് ആണ്. സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞേ. അതിൻ്റെ ഒരു സൈഡിൽ ഞാനൊരു പോക്കറ്റും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും ഞാൻ ആവശ്യത്തിന് നോക്കിയാൽ കാണില്ല, പോക്കറ്റ് കാണുന്നില്ല. ഇതാണ് നമ്മുടെ പോക്കറ്റ് കിട്ടി. അങ്ങനെ ഏകദേശം ഈ ഒരു ടോപ്പിൻ്റെ വർക്കും കംപ്ലീറ്റ് ആവാറായി. ഇതാണ് നമ്മളിപ്പോൾ തയ്ച്ച ടോപ്പിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട്. നമ്മളങ്ങനെ 3 ടോപ്പും സ്റ്റിച്ച് ചെയ്തു. 4ാമത്തെ ഒരു ക്രോപ്പ് ടോപ്പായിരുന്നു. അത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആയി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.